ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ മൂന്നാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ 2 ആപ്ലിക്കേഷൻസ് വഴി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നേരത്തെ കാണാവുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഒട്ടും സമയങ്ങളായത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് യൂണർ മറ്റൊരാളുടെ കൈ പിടിച്ചു പോകുന്നത് കണ്ടതുകൊണ്ട് തന്നെ അസൂയയോടെ പ്രാക്ടീസ് ചെയ്യുന്ന യാണിനെയാണ്. ശബ്ദത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ടെക്നിക്കായിരുന്നു അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് ബായ്ഷാൻ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള വൂഹാവോയ്ക്ക് യാണിനെ നേരിടാൻ വേണ്ടി ഒരു ടെക്നിക്ക് കൊടുക്കുന്നതാണ്. എന്നാൽ വൂഹാവോ അത് വാങ്ങാൻ തയ്യാറാകുന്നില്ല. അത് മാത്രമല്ല, എന്തിനാണ് യാണിനെ അവൻ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. കൂടാതെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്രാവശ്യം പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, അടുത്ത വർഷം വീണ്ടും ഹാർഡ് വർക്ക് ചെയ്ത് മത്സരങ്ങളിലൊക്കെ വിജയിച്ച് ടവറിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നൊക്കെ വൂഹാവോ പറഞ്ഞു കഴിയുമ്പോൾ വളരെ നിരാശയോടെയും ദേഷ്യത്തോടെയും വൂഹാവോയെ ബായ്ഷാൻ ആക്രമിക്കുന്നു. ഉടനെ തന്നെ വൂഹാവോ അവന്റെ ശക്തി പുറത്തെടുത്തു കഴിയുമ്പോൾ ബായ്ഷാൻ തെറിച്ചു പോയി വീഴുകയാണ്. അതിൽ നിന്ന് വൂഹാവോയ്ക്ക് മനസ്സിലാകുന്നു ബായ്ഷാന്റെ ശക്തിയെല്ലാം പോയിരിക്കുന്നു. അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു ബായ്ഷാൻ ആക്രമിച്ചത്. ബായ്ഷാൻ അതിനുശേഷം എല്ലാ കാര്യങ്ങളും പറയുകയാണ്. യാൻ കാരണം അവന്റെ എല്ലാ ശക്തികളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സത്യത്തിൽ അവൻ തന്നെയാണ് അതിന് കാരണം. പക്ഷെ യാണിനെയാണ് അവൻ കുറ്റം പറയുന്നത്. യാണിനോട് അതുകൊണ്ട് തന്നെ അവന് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. അവന്റെ മാസ്റ്റർ പറഞ്ഞത് ഇനി ഒരിക്കലും അവന്റെ ശക്തി തിരികെ കിട്ടില്ല എന്നാണ്. ഇത്രയും വർഷക്കാലത്തെ അവന്റെ പ്രാക്ടീസ് ഒക്കെ വെറുതെയായി. ഇനി ഒരിക്കലും അവൻ ആ ടവറിൽ പ്രവേശിക്കാനാവുകയില്ല. അതുകൊണ്ടായിരുന്നു യാണിനെ നേരിടാൻ വേണ്ടി അവൻ കരുതി വെച്ചിരുന്ന ടെക്നിക്ക് അവന്റെ കൂട്ടുകാരൻ അവൻ കൊടുക്കാൻ തീരുമാനിച്ചത്. അവസാനം അവൻ പറയുന്നത്, എനിക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ല, നിനക്കിത് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം, എന്തായാലും ബായ്ഷാന് ഇനി ഒരു നല്ല ഭാവിയില്ല. അവന്റെ വിഷമത്തോടെയുള്ള വാക്കുകൾ കേട്ട് കഴിയുമ്പോൾ വൂഹാവോ അത് വാങ്ങാൻ തയ്യാറാകുന്നു. പിന്നെ യൂണറിന്റെ മുറിയുടെ പുറത്ത് അക്ഷമനായിട്ട് കാത്തിരിക്കുന്ന യാണിനെ കാണിക്കുന്നു. അപ്പോഴേക്കും ഒരു ഫ്രണ്ട് യാണിന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ ബിഗ് ബ്രദർ അവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം അവൻ കരുതിയത് കോമ്പറ്റീഷൻ കാണാൻ വേണ്ടി വന്നതായിരിക്കും എന്നാണ്. എന്നാൽ അയാൾ ചോരയിൽ കുളിച്ച് വളരെ അവശനായിട്ടാണ് അവിടെ എത്തിയതെന്ന് കേട്ടപ്പോൾ യാൻ ഉടനെ തന്നെ അങ്ങോട്ട് ഓടി. ബിഗ് ബ്രദറിന്റെ അടുത്തെത്തി അവൻ ഒരുപാട് വിഷമത്തോടെ കരയുന്നു. അയാളുടെ അവസ്ഥ കണ്ടു കഴിയുമ്പോൾ തന്നെ ക്ലൗഡ് മിസ്റ്റ് ആയിരിക്കും ഇതിന്റെ പിന്നിലെന്ന് യാണിന് മനസ്സിലാകുന്നു. നല്ല രീതിയിൽ തന്നെ അയാൾക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ദേഷ്യത്തോടെ അവിടെ ഉണ്ടായിരുന്ന ടേബിൾ ഇടിച്ചു തകർത്തുകൊണ്ട് ക്ലൗഡ് മിസ്റ്റ് സെക്ടിനോട് എന്ന പോലെ എന്റെ ക്ലാനിനെ നിങ്ങൾക്ക് നശിപ്പിക്കണോ എന്ന് അവൻ ചോദിക്കുന്നു. അതിനുശേഷം യാൻ മെഡിസിനൽഡറിന്റെ അടുത്ത് വന്ന് മിസ്റ്റി ക്ലൗഡ് സെക്ടിനെ മുഴുവനായിട്ടും തനിക്ക് ഇപ്പോൾ തന്നെ തുടച്ചു നീക്കണമെന്ന് പറയുന്നു. എന്നാൽ മെഡിസിനൽഡർ ദേഷ്യത്തോടെ അവനോട് ആദ്യമേ കാം ആകാനാണ് പറയുന്നത്. കാരണം എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ ഇപ്പോൾ പ്രതികാരം വീട്ടാൻ പോവുകയാണെങ്കിൽ അതവന്റെ ജീവന് തന്നെ ആപത്തുണ്ടാക്കുമെന്ന് മാത്രമല്ല ഒരു ഉപകാരവും ഉണ്ടാകാനും പോകുന്നില്ല. ആദ്യമേ ചിന്തിക്കേണ്ടത് അയാളെ രക്ഷിക്കുന്നതിനെ പറ്റിയാണ്, അയാളെ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനെ പറ്റിയാണ്. ഈ അവസ്ഥയിൽ മെഡിസിൻ എൽഡറിന് പുറത്തുപോയി അദ്ദേഹത്തിന് വേണ്ടി മെഡിസിൻ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ തൽക്കാലത്തേക്ക് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു പില്ല് ഉണ്ടാക്കി കൊടുക്കാൻ മെഡിസിൻ എൽഡറിന് സാധിക്കും. ഗ്രാൻഡ് കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം എന്തായാലും അയാളെ രക്ഷിക്കാൻ ഒരു മാർഗം കണ്ടുപിടിക്കുമെന്ന് മെഡിസിൻ എൽഡർ പറയുന്നു. ആദ്യം ഗ്രാൻഡ് കോമ്പറ്റീഷനിൽ ഫോക്കസ് ചെയ്യൂ, എന്തായാലും അദ്ദേഹത്തെ രക്ഷിക്കുമെന്ന് മെഡിസിൻ എൽഡർ അവന് വാക്കു കൊടുക്കുന്നു. അത് കേട്ട് കഴിയുമ്പോഴാണ് യാൻ ഒന്ന് കാം ആകുന്നത്. അതിനുശേഷം മെഡിസിൻ എൽഡർ പറഞ്ഞതുപോലെ തന്നെ തൽക്കാലത്തേക്ക് വേണ്ടിയുള്ള ഒരു പില്ല് അവിടെ വെച്ച് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു. അത് അയാൾക്ക് കൊടുത്തു കഴിയുമ്പോൾ തന്നെ അയാളുടെ അവസ്ഥയിൽ അല്പം ഭേദം ഉണ്ടാകുന്നുണ്ട്. ബോധം വരുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ നല്ലവണ്ണം ശ്വാസം എടുക്കാൻ സാധിക്കുന്നുണ്ട്. ആ മാറ്റം കണ്ടു കഴിയുമ്പോൾ യാണിനും ആശ്വാസമാകുന്നു. മെഡിസിൻ എൽഡറിനെ നോക്കുകയാണെങ്കിൽ മെഡിസിൻ എൽഡറും ഇങ്ങനെ ആത്മകഥം ചെയ്യുന്നുണ്ട്. അയാൾക്ക് നല്ല സീരിയസ് ആയിട്ടുള്ള മുറിവുകളുണ്ട്. അതിപ്പോ യാണിനോട് പറയാൻ സാധിക്കില്ല. അവനോട് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രാൻഡ് കോമ്പറ്റീഷനിൽ നിന്ന് അവന്റെ ശ്രദ്ധ പോകും. പിന്നെ യൂണറും ഈ കാര്യം അറിയുന്നതായിട്ട് കാണിക്കുന്നു. യാണിന്റെ ബിഗ് ബ്രദറിന് ഒരുപാട് പരിക്ക് പറ്റിയ കാര്യം. വൂഹാവോയുടെ ഒരു ഫ്രണ്ട് വന്ന് വൂഹാവോയുടെ ഇക്കാര്യം രഹസ്യമായിട്ട് പറയുകയായിരുന്നു. നിങ്ങൾ എന്തിനെ കുറിച്ചാണ് രഹസ്യമായിട്ട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് യൂണറിന് മനസ്സിലായത്. യാണിനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും സോണിക് സൗണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പുരോഗമനവുമില്ല. അവനിപ്പോൾ മുമ്പത്തെക്കാളും മോശമായിട്ടുള്ള രീതിയിലാണ് ട്രെയിൻ ചെയ്യുന്നതെന്ന് മെഡിസിൻ എൽഡർ പറയുന്നു. മൈൻഡ് ഏകാഗ്രമാക്കാനാണ് മെഡിസിൻ എൽഡർ ആവശ്യപ്പെടുന്നത്. എന്നാൽ അവന്റെ ബിഗ് ബ്രദറിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ടും അവന്റെ ഫാദറിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ എന്നതിനെ കുറിച്ച് ഓർത്തിട്ടും അവൻ ആകുലതയിലായിരുന്നു. അതുകൊണ്ടായിരുന്നു അവന് നല്ലവണ്ണം ഫോക്കസ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. അത് തന്നെയാണ് യാൻ മെഡിസിൻ എൽഡറിനോട് പറയുന്നതും. മെഡിസിൻ എൽഡർ അപ്പോൾ ദേഷ്യത്തോടെ പറയുന്നത്, നിനക്ക് നിന്റെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഭാവിയിൽ വലിയ വലിയ വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരുമ്പോൾ നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ്. അതിനൊന്നും യാണിന്റെ കയ്യിൽ ഒരു ഉത്തരവുമില്ലായിരുന്നു. അതിനുശേഷം ഒരുപാട് വിഷമത്തോടെ അതിനെക്കുറിച്ച് തന്നെയാണ് അവൻ ആലോചിച്ചിരിക്കുന്നത്. പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. ആ സമയത്തായിരുന്നു യൂണർ അങ്ങോട്ട് വന്നത്. അവന്റെ ബിഗ് ബ്രദറിനെ കാണാൻ പോയതിനു ശേഷമായിരുന്നു
പറഞ്ഞിട്ടായിരുന്നു യൂണർ അങ്ങോട്ട് വന്നത്. യാണിന്റെ അവസ്ഥയൊക്കെ അവൾക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് യാണിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് യൂണർ അങ്ങോട്ട് വന്നത്. യാൺ അപ്പോൾ വിഷമത്തോടെ പറയുന്നത് എല്ലാത്തിനും കാരണം നളൻ ചന്ദ്രനെ പരാജയപ്പെടുത്തിയതാണ് എന്നാണ്. എങ്കിലും എന്ത് വൃത്തികെട്ട രീതിയിലാണ് ക്ലൗഡ് മിസ്റ്റ് സെക്ട് പ്രവർത്തിക്കുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. യൂണറും അപ്പോൾ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഇപ്പോ അതിനുള്ള സമയമല്ല എന്നാണ്. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്കും നല്ല ദേഷ്യമൊക്കെയുണ്ട്. പക്ഷേ ഇനിയും പവർഫുൾ ആയാൽ മാത്രമേ അവന് പ്രതികാരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അവൾ അവന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നു. യാൺ അപ്പോൾ പറയുകയാണ് അതെനിക്കറിയാം, പക്ഷേ ഗൂക്ലാൻ ഇന്ന് വന്നത് നിന്നെ കൊണ്ടുപോകാനല്ലേ. എന്നാൽ യൂണർ പറയുകയാണ് അങ്ങനെയൊന്നുമില്ല, അവർ വെറുതെ എന്നെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ യാണിന് ആശ്വാസമാകുന്നു. യാൺ അപ്പോൾ മെഡൂസയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും യൂണറിനോട് പറയുന്നു. മെഡൂസയെ കണ്ടുമുട്ടിയതിനെ കുറിച്ചും മെഡൂസയിൽ നിന്ന് ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം കിട്ടിയതിനെ കുറിച്ചും ക്ലൗഡ് മിസ്റ്റി സെക്റ്റിൽ വെച്ച് മെഡൂസ അവനെ രക്ഷിച്ചതിനെ കുറിച്ചും അവനെ രക്ഷിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി ഒരു പില്ല് ഉണ്ടാക്കി കൊടുക്കാമെന്ന് അവളുമായിട്ട് എഗ്രിമെന്റ് വെച്ചതിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും യൂണറിനോട് പറയുന്നു. അതൊക്കെ തനിക്ക് നേരത്തെ തന്നെ മനസ്സിലായി എന്ന് യൂണറും പറയുന്നു. അങ്ങനെ അവരുടെ ഇടയിലുണ്ടായ ആ പ്രശ്നം അങ്ങ് ഒഴിവായി. അതിനുശേഷം യാൺ പറയുന്നത് അടുത്തതായിട്ട് ഗ്രാൻഡ് കോമ്പറ്റീഷനിൽ വിജയിക്കണം, ടവറിൽ പ്രവേശിക്കണം എന്നാണ്. പക്ഷെ അവന് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് നിരാശയോടെയും വിഷമത്തോടെയും പറയുന്നു. പിന്നെ ഹൂജിയ ബായ്ഷാനുമായിട്ട് കണ്ടുമുട്ടുന്നതാണ് കാണിക്കുന്നത്. ബായ്ഷാൻ അതേ ദാവോ ടെക്നിക്ക് തന്നെ ഹൂജിയയ്ക്കും കൊടുക്കാൻ ഒരുങ്ങുന്നു, യാണിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി. അവളോട് സംസാരിച്ചു കഴിയുമ്പോൾ അവന് മനസ്സിലാകുന്നുണ്ട് അവൾക്ക് ഇപ്പോഴും യാണിനെ തോൽപ്പിക്കണമെന്നുണ്ട്. എന്നാൽ അവൻ വെച്ച് നീട്ടുന്ന ദാവോ ടെക്നിക്ക് വാങ്ങാൻ തയ്യാറാകുന്നില്ല. കാരണം അതല്ലാതെ യാണിനെ തോൽപ്പിക്കാൻ അവൾക്ക് വേറൊരു മാർഗമുണ്ടായിരുന്നു. അവളുടെ ഗ്രാൻഡ് ഫാദർ അവൾക്ക് ഒരു പില്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുവഴി അവളും ഇപ്പോൾ യാണിന്റെ അതേ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ദാവോ സ്പിരിറ്റ് എന്നാണ് ഈ സ്റ്റേജ് അറിയപ്പെടുന്നത്. എന്നാൽ ബായ്ഷാൻ പറയുകയാണ് യാണിന് ഇപ്പോൾ ഗൂക്ലാനുമായിട്ട് നല്ല ബന്ധമുണ്ട്, അവരുടെ കയ്യിലും ഇതേപോലത്തെ ഒരുപാട് പില്ലുകളുണ്ട്. അവൻ അത് കഴിക്കുകയാണെങ്കിൽ അവന്റെയും ശക്തി ഒരുപാട് വർദ്ധിക്കും. അത് കേട്ട് കഴിയുമ്പോൾ അവൾ അത് വാങ്ങാൻ തയ്യാറാകുന്നു. പക്ഷെ അത് വർക്കായില്ലെങ്കിൽ ബായ്ഷാന് നല്ല പണിഷ്മെന്റ് തന്നെ കിട്ടുമെന്ന് പറയുന്നു. പിന്നെ മത്സരവുമായി ബന്ധപ്പെട്ട മറ്റൊരു മീറ്റിംഗ് കാണിക്കുന്നു. അവിടെ ഒരു മാസ്റ്ററാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 20 ആളുകളാണ് അടുത്ത റൗണ്ടിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ്. നറുക്കെടുപ്പ് പോലെ അവരുടെ അടുത്തേക്ക് കുറച്ച് നമ്പറുകൾ എറിഞ്ഞു കൊടുക്കും. അവർക്ക് കിട്ടുന്ന നമ്പറുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും എതിരാളികളെ തെരഞ്ഞെടുക്കുന്നത്. വിജയിയായിട്ടുള്ളവർക്ക് ഒരു ജെയ്ഡ് സമ്മാനമായിട്ട് കിട്ടും. യാണിന് നമ്പർ 7 ആണ് കിട്ടുന്നത്. മത്സരം തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടുമെന്നൊക്കെ പറഞ്ഞ് ഹൂജിയ യാണിനോട് വീരവാദം മുഴക്കുന്നു. യാണാകട്ടെ അത് വലിയ കാര്യമായിട്ട് എടുക്കുന്നുമില്ല. ആദ്യത്തെ മത്സരം തന്നെ യൂണറും മറ്റൊരു വ്യക്തിയുമായിട്ടായിരുന്നു. യൂണർ വളരെ എളുപ്പത്തിൽ തന്നെ അതിൽ വിജയിക്കുന്നു. അതിനുശേഷം യാണിന്റെ ഊഴമായിരുന്നു. യാണിന് എതിരാളിയായിട്ട് കിട്ടിയത് നമ്പർ 3 ആയിരുന്നു. ഹൂജിയ എല്ലാവരുടെയും നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ 3 കിട്ടിയ ആളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കൊണ്ട് തനിക്കാണ് നമ്പർ 3 കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് ഹൂജിയ കളത്തിൽ ഇറങ്ങുന്നു. ഹൂജിയ മറ്റൊരു സ്റ്റുഡന്റിന്റെ കയ്യിൽ നിന്ന് നമ്പർ തട്ടിപ്പറിച്ച് വാങ്ങിയത് ആരും തന്നെ കണ്ടില്ല. യാണിനെ നേരിടാതിരിക്കാനായിരിക്കാം ഹൂജിയ അത് വാങ്ങിയപ്പോൾ മറ്റേ വ്യക്തിയും ഒന്നും പറഞ്ഞുമില്ല. മത്സരം തുടങ്ങുന്നതിന് മുമ്പേ ഗൂക്ലാനിലെ ആ വ്യക്തി വന്ന് യൂണറിന്റെ അടുത്ത് പറയുകയാണ് ഈ മത്സരം അത്രയ്ക്ക് സിമ്പിൾ ആയിരിക്കില്ല. എന്റെ നിരീക്ഷണം ശരിയാണെങ്കിൽ ഹൂജിയയും ഇപ്പോൾ ദാവോ സ്പിരിറ്റ് സ്റ്റേജിലാണ്. ഈ മത്സരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് കേട്ട് കഴിയുമ്പോൾ യൂണർ അത്ഭുതപ്പെടുന്നുണ്ട്. എങ്കിലും അവൾക്ക് അല്പം വിഷമവും ആകുന്നുണ്ട്. കാരണം ഈ മത്സരത്തിൽ യാൺ എന്തായാലും വിജയിച്ചേ മതിയാകൂ. ഇതവന് ജയപരാജയം മാത്രമല്ല, യാണിനാകട്ടെ ഹൂജിയയുടെ നമ്പർ അതായിരുന്നില്ല എന്ന് അറിയാമായിരുന്നു. ഹൂജിയോട് അതിനെപ്പറ്റി പറയുമ്പോഴാകട്ടെ എന്തായാലും നിന്റെ എതിരാളി ഞാനല്ലേ, ധൈര്യമുണ്ടെങ്കിൽ മത്സരിക്കാനൊക്കെ പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ യാണും അവളോട് മത്സരിക്കാൻ തയ്യാറാകുന്നു. എന്നാൽ മത്സരം തുടങ്ങുമ്പോൾ തന്നെ ആദ്യ അറ്റാക്കിൽ തന്നെ ഹൂജിയെ തെറിച്ചു പോകുന്നു. യാൺ അവന്റെ വാൾ ഉപയോഗിച്ച് ഹൂജിയെ അറ്റാക്ക് ചെയ്യാനൊരുങ്ങുന്നു. എന്നാൽ ഹൂജിയെ ഉടനെ തന്നെ കരയുകയാണ്. നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നവരാണ്, എന്തിനാണ് എന്നെ ഇങ്ങനെ അപമാനപ്പെടുത്തുന്നതെന്നൊക്കെ അവൾ ചോദിക്കുന്നു. യാൺ അപ്പോൾ അങ്ങനെയെങ്കിൽ പരാജയം സമ്മതിക്കാൻ പറയുന്നു. എന്നാൽ ഹൂജിയെ പരാജയം സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല അവനോട് വാൾ ആദ്യം മാറ്റാൻ പറയുന്നു. അവൾ പരാജയം സമ്മതിക്കുമെന്ന് കരുതി യാൺ ആകട്ടെ വാളും മാറ്റുന്നു. എന്നാൽ അത് ഹൂജിയയുടെ ഒരു അടവായിരുന്നു. ഉടനെ തന്നെ അവൾ ഒരു ദാവോ ടെക്നിക്ക് പ്രയോഗിക്കുകയാണ്. ചുറ്റിനുമുണ്ടായിരുന്ന പാറകൾ പ്രത്യേക രീതിയിൽ യാണിനെ വലയം ചെയ്യുന്നു. ഹൂജിയാകട്ടെ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇതൊന്ന് തകർത്തു നോക്കാൻ പറയുന്നു. യാൺ അപ്പോൾ അത് നിസാരമായിരിക്കുമെന്ന് കരുതി അവന്റെ വാൾ ഉപയോഗിച്ച് അത് തകർക്കാൻ നോക്കുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല. എന്ത് ടെക്നിക്കാണ് ഹൂജിയ പ്രയോഗിക്കുന്നത് എന്ന് പോലും യാണിന് മനസ്സിലായില്ല. യൂണർ ആ ടെക്നിക്കിനെ പറ്റി എന്താണെന്ന് അറിയാതെ ഗൂക്ലാനിലുള്ള ആ വ്യക്തിയോട് ചോദിച്ചു കഴിയുമ്പോൾ അതൊരു തരത്തിലുള്ള ഡിഫെൻസീവ് ടെക്നിക്കാണ് എന്നാണ് അയാൾ പറയുന്നത്. അതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിച്ചില്ലെങ്കിൽ അവൻ അതിൽ ട്രാപ്പായി പോകുമെന്ന് പറയുന്നു. അത് യാണിന്റെ ടെക്നിക്കുകൾ നേരിടാൻ വേണ്ടിയുള്ള പ്രത്യേക
പ്രത്യേക തരത്തിലുള്ള ഒരു ടെക്നിക്ക് ആയിരുന്നു. അതുകൊണ്ട് യാണിന്റെ വിജയ സാധ്യത കുറഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നു എന്ന് അയാൾ പറയുന്നു. എല്ലാവരും ഹൂജിയയുടെ ആ ടെക്നിക്കിനെ അപ്പോൾ പുകഴ്ത്തുകയാണ്. ബായ്ഷാൻ അത് കണ്ട് സന്തോഷിക്കുന്നു. ഇതുവഴി നമുക്ക് മനസ്സിലാക്കാം ബായ്ഷാൻ നേരത്തെ കൊടുത്ത ദാവോ ടെക്നിക്ക് തന്നെയാണ് അതെന്ന്. എനിക്ക് കിട്ടാത്തത് നിനക്കും കിട്ടരുത് എന്ന് ബായ്ഷാൻ ഇപ്പോൾ സ്വയം പറയുന്നു. യാൺ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല. ഹൂജിയക്കാട്ടെ അത് കണ്ടു കഴിയുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു. ആ ടെക്നിക്ക് അവൾ ഒരുപാട് സ്ട്രോങ് ആക്കിയിരുന്നു. യാണിനോട് അവൻ ഒരിക്കലും അതിൽ നിന്ന് പുറത്തു കടക്കാൻ പോകുന്നില്ല എന്ന് സന്തോഷത്തോടെ അവൾ പറയുന്നു. അവളുടെ പ്രവൃത്തികൾ മൂലം യാണിനെ ഇറിറ്റേറ്റ് ചെയ്യാനും കളിയാക്കാനും ഒക്കെ ഹൂജിയ ശ്രമിക്കുന്നു. അവനെ ആദ്യമേ പറ്റിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വിജയം മാത്രമേ താൻ നോക്കുന്നുള്ളൂ എന്ന് ഹൂജിയ പറയുന്നു. അപ്പോ മെഡിസിൻ എൽഡർ ആണ് അവരെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യുന്നത്. അവൻ ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ ടവറിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല യൂണറിന്റെ ഒക്കെ മുമ്പിൽ വെച്ച് ദയനീയമായിട്ട് തോക്കേണ്ടി വരും. പണ്ട് ആളുകൾ നിന്നെ വിളിക്കാറുള്ളത് പോലെ തന്നെ നീ ഒരു വേസ്റ്റ് ആയി തീരും. പണ്ടത്തെ പോലെ ഒരു വേസ്റ്റ് ആയിട്ട് അറിയപ്പെടാനാണോ നീ ആഗ്രഹിക്കുന്നത്? അല്ല എന്നുണ്ടെങ്കിൽ നിന്റെ സർവ്വദേഷ്യവും പുറത്തെടുത്ത് ഉച്ചത്തിൽ അലറൂ. സോണിക് സൗണ്ടിനെ അടിസ്ഥാനമാക്കിയുള്ള അവന്റെ ദാവോ ടെക്നിക്ക് പുറത്തെടുക്കാനാണ് മെഡിസിൻ എൽഡർ ശ്രമിക്കുന്നത്. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഒരുപാട് ദേഷ്യത്തോടെ യാൺ അലറുകയാണ്. വളരെ പവർഫുൾ അല്ല എങ്കിൽ പോലും സിംഹത്തിന്റേത് പോലെയുള്ള ഒരു ഗർജനം അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുമൂലം ഹൂജിയ തെറിച്ചു പോകുന്നു. അവളുടെ ദാവോ ടെക്നിക്കും തകർന്നു പോകുന്നു. യാൺ ഉപയോഗിച്ച ടെക്നിക്ക് എന്താണെന്ന് പോലും ആർക്കും മനസ്സിലാകുന്നില്ല. അത് എന്ത് തരം ടെക്നിക്കാണ് എന്ന് എല്ലാവരും പരസ്പരം ചോദിക്കുന്നു. വേറെ നിവൃത്തിയില്ലാതെ ദേഷ്യത്തോടെ ഹൂജിയ തന്നെ യാണിനെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നു. എങ്കിലും യാണിന് അത് കഴിഞ്ഞതിന് ശേഷം നല്ല തൊണ്ടവേദനയൊക്കെ അനുഭവപ്പെടുന്നു. ഹൂജിയ ആകട്ടെ അതിനുശേഷം യൂണറിന്റെ അടുത്തൊക്കെ വന്നിട്ട് ക്ഷമാപണം നടത്തുന്നു. എന്നാൽ യൂണർ നല്ല ദേഷ്യത്തിലായിരുന്നു. കാരണം ആ ദാവോ ടെക്നിക്ക് പോലും യാണിന്റെ ജീവൻ പോലും ആപത്തിലായാനെ. എന്നാൽ അത് ഗെയിം അല്ലേ എന്നൊക്കെ പറഞ്ഞ് യാണും വിട്ടുകളയുന്നു. ഹൂജി ആകട്ടെ ഇനി ഒരിക്കലും യാണിനെതിരെ പോരാടില്ല എന്നൊക്കെ പറയുന്നു. യാണിന്റെ ഒപ്പം പിടിച്ചു നിൽക്കാനാകില്ല എന്ന് ഇതുവഴി അവൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതിനുശേഷം റാങ്കിങ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ 3-ാം സ്ഥാനം യൂണറിനും 2-ാം സ്ഥാനം ഹൂജിയയ്ക്കും യാണിനുമായിരുന്നു. തനിക്ക് 1-ാം സ്ഥാനം കിട്ടുമെന്നാണ് യാൺ കരുതിയത്. അതിനെപ്പറ്റി ചോദിച്ചു കഴിയുമ്പോൾ 1-ാം സ്ഥാനം സിയാൻ എന്നു പേരുള്ള ഒരു വ്യക്തിക്കാണ്. അത് ആരാണ് എന്ന് ഇവിടെ കാണിക്കുന്നില്ല. ആനിമേഷനിൽ അത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. സിയാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ മാസ്റ്റേഴ്സ് ഒക്കെ ഒന്ന് ചിരിക്കുകയോ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ കാണിക്കുന്നത് രാത്രിയിൽ വിഷമത്തോടെ അക്കാദമിയുടെ മെഡിസിൻ ഫോറസ്റ്റിൽ നിൽക്കുന്ന ബായ്ഷാനെയാണ്. 1-ാം സ്ഥാനം തനിക്കായിരുന്നു കിട്ടേണ്ടതെന്നൊക്കെ വിഷമത്തോടെ അവൻ പറയുന്നു. അങ്ങോട്ടപ്പോൾ ഒരു വ്യക്തി വരികയാണ്. അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി അങ്ങോട്ട് അതിക്രമിച്ച് കയറി എന്ന് കണ്ടപ്പോൾ അവൻ ശരിക്കും അത്ഭുതപ്പെട്ടിരുന്നു. പിന്നെയാണ് അവന് മനസ്സിലാകുന്നത് അവനെ പില്ല് കൊണ്ടുവന്ന് കൊടുത്തതിൽ ഒരു വ്യക്തി ഇയാളായിരുന്നു. അത് മനസ്സിലായി കഴിയുമ്പോൾ ബായ്ഷാൻ അയാളോട് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. റോങ് ആയിട്ടുള്ള മെഡിസിൻ തന്ന് അയാൾ അവനെ പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു. യഥാർത്ഥത്തിലുള്ള മെഡിസിൻ അതായിരുന്നില്ല. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെഡിസിൻ എൽഡറിനും അത് മനസ്സിലായിരുന്നു. എന്നാൽ ആ വ്യക്തി ബായ്ഷാന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ്, നിന്റെ ശക്തി ഇത് എന്തു പറ്റി? നിന്റെ ശക്തികൾ മുഴുവനായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ. ചെറുതായിട്ട് അവനെ കളിയാക്കുന്ന രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. അത് മാത്രമല്ല അയാളുമായിട്ട് ഒരു എഗ്രിമെന്റും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അയാൾ അവിടെ വന്നിരിക്കുന്നത്. ആ വ്യക്തി അതിനുശേഷം പറയുന്നത്, ഞാൻ തന്ന പില്ല് ഡൈജസ്റ്റ് ആകാൻ പോലും അനുവദിക്കാതെയാണ് നിന്റെ ലെവല് നീ വർദ്ധിപ്പിച്ചത്, മറ്റൊരാളുമായിട്ട് ഫൈറ്റ് ചെയ്തത്. എന്നാൽ അയാൾ പറയുന്നതൊന്നും തന്നെ ബായ്ഷാൻ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോഴാണ് അയാൾ അയാളുടെ യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത്. മെഡിസിൻ എംപറർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹാൻഫെങ് ആയിരുന്നു അത്. ഈ ഹാൻഫെങ്ങിനെയൊക്കെ മറ്റൊരു രൂപത്തിലാണ് ആദ്യത്തെ സീസണിൽ നമ്മൾ കണ്ടത്. ഫേമസ് ആയിട്ടുള്ള അയാളുടെ പേര് കേട്ട് കഴിയുമ്പോൾ ബായ്ഷാൻ ഒട്ടും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അയാൾ ഇങ്ങനെ ഐഡന്റിറ്റി ഒക്കെ മറച്ച് അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ ഹാൻഫെങ് പറയുന്നത് വേറൊന്നുമല്ല, അവന് നേരത്തെ കൊടുത്ത പില്ല് അക്കാദമിക്ക് പുറത്ത് മെഡിസിൻ എംപറർ ആയിട്ടുള്ള ഹാൻഫെങ്ങിനല്ലാതെ വേറെ ആർക്കും ഉണ്ടാക്കാൻ സാധിക്കില്ല. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ അയാൾ മെഡിസിൻ എംപറർ തന്നെയാണ് എന്ന് ബായ്ഷാൻ വിശ്വസിക്കാൻ തയ്യാറാകുന്നു. പക്ഷെ അയാളുടെ ലക്ഷ്യം എന്താണ്? അതിനെപ്പറ്റി ചോദിച്ചു കഴിയുമ്പോൾ അയാൾ വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നു. ടവറിന്റെ ഉള്ളിലുള്ള നിധിയെ പറ്റി കേട്ടിട്ട് തന്നെയാണ് അയാളും അവിടെ എത്തിയിരിക്കുന്നത്. അവിടെയുള്ളത് ഒരു ഹെവൻലി ഫ്ലെയിം ആണെന്ന് അയാൾക്കും അറിയാം. പക്ഷെ അതിനെപ്പറ്റി അറിയാത്ത പോലെയാണ് ഹാൻഫെങ് സംസാരിക്കുന്നത്. ടവറിന്റെ ഉള്ളിൽ ഒരു നിധിയുണ്ട് എന്ന് മാത്രമേ ബായ്ഷാനോട് പറയുന്നുള്ളൂ. എന്നാൽ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ബായ്ഷാൻ പറയുന്നത് ഔട്ട്സൈഡേഴ്സിന് ടവറിൽ പ്രവേശിക്കാൻ സാധിക്കില്ല, അയാൾക്ക് ഒരിക്കലും അത് കാണാൻ സാധിക്കില്ല എന്നൊക്കെയാണ്. അപ്പോ
അതിനാണ് ബായിഷാന്റെ സഹായം വേണമെന്നാണ് അയാൾ പറയുന്നത്. പ്രത്യുപകാരമായിട്ട് ബായിഷാന്റെ ശക്തിയൊക്കെ തിരികെ കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറയുന്നു. അതത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എന്നാണ് ഹാൻസെങ് പറയുന്നത്. ബായിഷാൻ എന്തായാലും ആ വാഗ്ദാനത്തിൽ വീണിട്ടുണ്ടാകും. പക്ഷേ എന്താണ് ബായിഷാന്റെ മറുപടി എന്ന് ഇവിടെ കാണിക്കുന്നില്ല. പിന്നെ യൂണറിന്റെ കൂടെ ബിഗ് ബ്രദറിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന യാണിനെ കാണിക്കുന്നു. ഇപ്പോഴും പൾസ് വളരെ വീക്ക് ആയിരുന്നു. യൂണർ അപ്പോൾ പറയുന്നത് ഹെഡ് മാസ്റ്ററിനെ കൊണ്ടൊന്ന് പരിശോധിപ്പിച്ചാലോ എന്നാണ്. എന്നാൽ യാൻ പറയുന്നത് അവന്റെ മാസ്റ്ററിനല്ലാതെ വേറെ ആർക്കും ഇയാളെ സുഖപ്പെടുത്താനാകില്ല എന്നാണ്. അപ്പോഴാണ് യാണിന്റെ മാസ്റ്ററിന്റെ പേര് യൂണർ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതിനെപ്പറ്റി ചോദിച്ചു കഴിയുമ്പോൾ യാൻ ആദ്യമായിട്ട് എല്ലാ സത്യങ്ങളും യൂണറിനോട് പറയാൻ തയ്യാറാകുന്നു. അതിനെക്കുറിച്ച് ആരോടും പറയരുത് എന്ന് പറയുന്നു. ശേഷം വളരെ പവർഫുൾ ആയിട്ടുള്ള തന്റെ മാസ്റ്ററിനെ കുറിച്ച് യൂണറിനോട് പറയുന്നു. അവന്റെ ബിഗ് ബ്രദറിന് തൽക്കാലത്തേക്ക് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പില്ല് കൊടുത്തതും മെഡിസിൻ എൽഡർ ആയിരുന്നു. അതിനെക്കുറിച്ചും യൂണറിനോട് പറയുന്നുണ്ട്. അയാളെ പറ്റി കേട്ട് കഴിയുമ്പോൾ യൂണറിന് ഒരുപാട് സന്തോഷമാകുന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാസ്റ്റർ തന്നെയാണ് യാണിനെ കിട്ടിയതെന്ന് മനസ്സിലാകുന്നു. പക്ഷേ അദ്ദേഹത്തിന് പുറത്തു വരാൻ സാധിക്കില്ല. അദ്ദേഹം മോതിരത്തിന്റെ ഉള്ളിലൊക്കെ ആണെന്ന് കേട്ട് കഴിയുമ്പോൾ യൂണറിന് വിഷമമാകുന്നു. യാൺ അതിനുശേഷം പറയുന്നത് ഇപ്പോൾ മോതിരത്തിന്റെ ഉള്ളിലേക്ക് പോയിട്ട് മെഡിസിൻ എൽഡറിനെ കാണാൻ പോവുകയാണ്. അവന് പ്രൊട്ടക്ഷൻ ആയിട്ട് അവിടെ നിൽക്കണമെന്നാണ്. യൂണറിന് അപ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇത്രയും നാള് അവൻ മെഡിറ്റേഷനിലാണെന്ന് കരുതിയ സമയത്തെല്ലാം അവൻ മോതിരത്തിന്റെ ഉള്ളിൽ പോയി മെഡിസിൻ എൽഡറിന്റെ കയ്യിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. യൂണർ അതിനുശേഷം സന്തോഷത്തോടെ പോയി വരൂ, അവന് പ്രൊട്ടക്ഷൻ ആയിട്ട് അവൾ അവിടെ തന്നെ ഇരിക്കാം എന്ന് പറയുന്നു. അതിനുശേഷം മെഡിസിൻ എൽഡറിനോട് സംസാരിച്ചു കഴിയുമ്പോൾ മെഡിസിൻ എൽഡർ എല്ലാ സത്യങ്ങളും പറയുകയാണ്. അവൻ നിരാശപ്പെടേണ്ട എന്ന് കരുതിയായിരുന്നു നേരത്തെ അവന് മെഡിസിൻ കണ്ടുപിടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് ചെയ്തു കൊടുത്തത്. സത്യത്തിൽ അയാളുടെ അവസ്ഥ വളരെ മോശമാണ്. അയാളെ ഹീൽ ചെയ്യാനുള്ള പില്ലൊന്നുമില്ല. അവരുടെ സാധാരണ ശക്തി ഉപയോഗിച്ച് കഠിനമായിട്ടുള്ള വേദനയിലൂടെ കടന്നു പോകുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് അതൊരു പക്ഷെ അയാളുടെ മരണത്തിലേക്ക് തന്നെ അയാളെ നയിച്ചേക്കാം. ഇയാളാകട്ടെ എന്തും തന്നെ ചെയ്യാമെന്നും പറയുന്നു. 100% വിജയം വേണമെങ്കിൽ മെഡിസിൻ എൽഡറിന്റെ സപ്പോർട്ട് എന്തായാലും വേണം. മെഡിസിൻ എൽഡർ ആയിരിക്കും മെയിൻ ആയിട്ട് അയാളെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ മോതിരത്തിന്റെ ഉള്ളിൽ നിന്ന് അയാൾ പുറത്തു വരില്ല. പുറത്ത് യാണായിരിക്കും അയാളെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ മെഡിസിൻ എൽഡർ മോതിരത്തിന്റെ ഉള്ളിൽ നിന്ന് ഗൈഡ് ചെയ്യുന്നുണ്ടാകും. അയാളുടെ ശക്തി ഒരുപാട് പ്രയോഗിക്കുന്നുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ യാൺ മെഡിസിൻ എൽഡറിന്റെ ഒരു കൈ ആയിട്ട് പ്രവർത്തിക്കുന്നു. അതിനുശേഷം ആ ട്രീറ്റ്മെന്റ് ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. ഒരുപാട് ടെൻഷൻ അടിച്ച് പുറത്ത് യൂണർ ഒരുപാട് പ്രാർത്ഥിക്കുന്നു. ഏറെ നേരത്തെ ട്രീറ്റ്മെന്റിന് ശേഷം വലിയ രീതിയിലുള്ള പുരോഗതി തന്നെ ഉണ്ടാകുന്നു. ആ ട്രീറ്റ്മെന്റിന് ശേഷം യാണും മെഡിസിൻ എൽഡറും ഒക്കെ ശരിക്കും അവശതയിലാകുന്നുണ്ട്. യാണൊക്കെ വിയർത്ത് കുളിക്കുന്നു. യാൺ അതിനുശേഷം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവന് വേണ്ടിയായിരിക്കും വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞതെന്നാണ് കരുതിയത്. പക്ഷേ ബിഗ് ബ്രദറിന് വേണ്ടിയായിരുന്നു. ബിഗ് ബ്രദറിന് ഇപ്പോൾ വെള്ളമൊക്കെ കുടിക്കാൻ സാധിക്കുന്നു. അത് കണ്ട് അവർ അത്ഭുതപ്പെടുന്നു. പക്ഷെ ഇപ്പോഴും കണ്ണ് തുറന്നിട്ടില്ല. എങ്കിലും അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ശരിക്കും സന്തോഷമാകുന്നുണ്ട്. യൂണർ ആകട്ടെ ഇതേ സമയം യാണിനോട് മെഡിസിൻ എൽഡറിനെ ഒന്ന് കാണാൻ അനുവദിക്കുമോ എന്ന് ചോദിക്കുന്നു. ശേഷം യൂണറും മെഡിസിൻ എൽഡറിനെ കാണുന്നതായിട്ട് കാണിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ യാൺ യൂണറിനെ അങ്ങോട്ട് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ മെഡിസിൻ എൽഡർ അവനെ ഒന്ന് ശകാരിക്കുന്നുണ്ട്. അപ്പോൾ യൂണർ പറയുന്നത് അവള് നിർബന്ധിച്ചത് കൊണ്ടാണ് യാൺ അങ്ങനെ ചെയ്തത് എന്നാണ്. ഈ ഇടയ്ക്കാണ് മെഡിസിൻ എൽഡറിനെ പറ്റി കേട്ടത്. യാണിനെയും അവളെയും മെഡിസിൻ എൽഡർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിനൊക്കെ നന്ദി പറയാനാണ് താനിപ്പോൾ വന്നതെന്ന് യൂണർ പറയുന്നു. മെഡിസിൻ എൽഡർ ആകട്ടെ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ പറയുകയാണ്, വെറുതെ അല്ല ഇവൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നത്. എപ്പോ നോക്കിയാലും ഇവൻ നിന്നെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ യൂണറിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. മെഡിസിൻ എൽഡർ അതിനുശേഷം ഇനി മെഡിസിൻ കൊടുക്കേണ്ട സമയമാണ്. പ്രധാനപ്പെട്ട ഒരു മെഡിസിൻ ബിഗ് ബ്രദറിന് കൊടുക്കണം. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് പറയുന്നു. യൂണർ ഒറ്റയ്ക്ക് പോയി അത് കൊണ്ടുവരാം എന്നാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ മെഡിസിൻ എൽഡർ പറയുകയാണ്, വേണ്ട, ഇവനെയും കൂട്ടിക്കൊണ്ടു പോക്കോ, അല്ലെങ്കിൽ നിന്നെ മിസ് ചെയ്യുന്നു എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ കുറച്ച് കഴിയുമ്പോൾ തന്നെ റിക്കവർ ആയിക്കോളും. ശേഷം പുറത്തു വന്നതിന് ശേഷം യാണും യൂണറും ആ മെഡിസിൻ എങ്ങനെ സംഘടിപ്പിക്കാം എന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അക്കാദമിയുടെ മെഡിസിൻ ഫോറസ്റ്റിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഹെർബ്സുകൾ പെട്ടെന്ന് കിട്ടും. പക്ഷേ അവിടെ ഒരു മോൺസ്റ്റർ ഉണ്ട്. അതുമൂലം ഒരു സ്റ്റുഡന്റിന് പരിക്കേറ്റത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നത് വിലക്കിയിരിക്കുകയാണ്. അക്കാദമിയുടെ മെഡിസിൻ ഫോറസ്റ്റിനെ പറ്റിയൊക്കെ യാൺ ആദ്യമായിട്ടായിരുന്നു കേൾക്കുന്നത്. യൂണർ അതിനുശേഷം പറയുന്നത് ഒരു പക്ഷേ എൽഡർ ഹാവോയുടെ കയ്യിൽ ഈ മെഡിസിൻ ഉണ്ടാകും. ആദ്യം നമുക്ക് അദ്ദേഹത്തെ കാണാമെന്നാണ്. യാൺ അപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് അക്കാദമിയുടെ മെഡിസിൻ ഫോറസ്റ്റിനെ കുറിച്ചും അവിടെയുള്ള മോൺസ്റ്ററിനെ കുറിച്ചുമായിരുന്നു. അതൊക്കെ ശരിക്കും ഉള്ളതാണോ എന്ന് യൂണറിനോട് ചോദിക്കുന്നു. 2-3 ദിവസം ആപ്ലിക്കേഷനിൽ വീഡിയോ ഇല്ലാതിരുന്നതിൽ ക്ഷമാപണം നടത്തുകയാണ്. ഒരു ആനിമേഷൻ കണ്ടു തീർക്കാനുള്ള തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. അടുത്ത ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ആപ്ലിക്കേഷനിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതോടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമ്മൾ ഉടനെ തന്നെ കാണാം. അതുവരെ ഗുഡ് ബൈ.